പതിപോലെ ഞാൻ പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വലിയമ്മയുടെ കബറൊക്കെ സന്ദർശിച്ച് പള്ളിപ്പറമ്പിൽ കൂടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു ഇക്ക അവിടെ കബർ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഇക്കയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇക്ക ആരാ മരിച്ചത്? ഞാൻ പള്ളിയിൽ വിളിച്ചേറണമെന്ന് കേട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഇക്ക ഞാൻ വന്നതോ ഞാൻ സംസാരിച്ചതോ ഒന്നും കേൾക്കാത്ത ഭാഗത്തില് കബർ നല്ല ഭംഗിയില് നല്ല രസത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ കബർ വിളിക്കുന്ന നിർത്തിയിട്ട് മേലേക്ക് എണീറ്റ് വന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ബീഡി കത്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എടാ നീ കേട്ടില്ലേ പള്ളിയിൽ ചൊറണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലിക്ക എന്ന് പറഞ്ഞു. ഭായിക്ക എന്നോട് പറഞ്ഞു, കുറെ നാൾ പ്രാർത്ഥിച്ച് പഠിച്ചതിനോട് തേടി ആറ്റി നോക്കി ഉണ്ടായൊരു മോനാ. ഇതും പറഞ്ഞിട്ട് കരച്ചിലൂടെ. എന്നിട്ട് പറഞ്ഞു, കുറച്ചു നേരത്തെ ഉസ്താദ് വിളിച്ചു പറഞ്ഞാ നീ കേട്ടാ, പുതിയ വീട്ടിൽ മജീദിന്റെ മോൻ അഫ്സല് എന്റെ മോനാടാ എന്ന് അയക്ക എന്നോട് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ എത്തി. എന്നിട്ട് അയക്ക കരഞ്ഞുകൊണ്ടിരിക്കുക. അയക്ക പറഞ്ഞ ഞങ്ങൾക്ക് കുറെ നാൾക്ക് ശേഷം കുറെ സന്തോഷം ഉണ്ടായിരുന്നടാ മോൻ വന്നപ്പോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു ചെറിയ പനി വന്നതാ. എന്നിട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മരുന്നൊക്കെ തന്നപ്പോ മാറിക്കോളൂന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് മോൻ കിടക്കുമ്പോ നല്ല ചൂടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മോന്റെ ശരീരമൊക്കെ ഭയങ്കര തണുത്തിട്ടിരിക്കും. എന്റെ ഈ തോളത്ത് കിടക്കണ മോനാണ്. ഇനി ഞാനെവിടെ എന്റെ മോനെ എവിടെ കിടത്തോടാന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ അയക്കാൻ കെട്ടിപ്പിടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം മോന് വേണ്ടിയിട്ട് കബർ വയ്ക്കുന്ന വാപ്പാടെ അവസ്ഥ.